ഇവിടെ SLC മാത്സിലെ 101 ഷുവർ ക്വസ്റ്റ്യനിലെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ട്രിഗണോമെട്രിയിലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടന്റ് വായിച്ചിട്ട് അതിൻ്റെ ഫിഗർ നമ്മൾ വരയ്ക്കണം. ഫിഗറിന് മാർക്കുണ്ട്. ഫിഗർ നമ്മൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കുമോ അത്രത്തോളം നമുക്ക് ആൻസറും കിട്ടും, ആ ഫിഗറിന് മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് വായിക്കാം. എന്താണ്? എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ടവർ. അപ്പോൾ അവിടെ ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ താഴെയായിട്ട് ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഉയരമൊന്നും തന്നിട്ടില്ല. അപ്പോൾ ടവറിൻ്റെ താഴെ ഒരു പോയിന്റ് ആയിട്ട് ആ മനുഷ്യൻ അങ്ങ് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ ടവർ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ടവർ ഇതാണ്ട്. ഓക്കെ, ടവറിൻ്റെ മൂട്ടിൽ താഴെയായിട്ട് ആ പയ്യൻ അവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുക. ആ പയ്യൻ നിൽക്കുന്നതിൻ്റെ 20 മീറ്റർ അകലെയായിട്ട് ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ടവർ വലുതായിട്ട് വരയ്ക്കുമോ ബിൽഡിംഗ് വലുതായിട്ട് വരയ്ക്കുമോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബാക്കിയും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കടാ, അവൻ ടവറിൻ്റെ താഴെ നിന്ന് നോക്കിയതും ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ, അവിടെ ബിൽഡിങ് ചിലപ്പം ചെറുതാവും വലുതാവും, അവിടെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അടുത്ത സെൻറ്റൻസ് വായിക്കടാ, ക്ലൈംബിങ് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ. അവൻ ടവറിൻ്റെ മുകളിൽ എത്തിയിട്ടും പിന്നെയും അവൻ നോക്കിയത് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ടാണ്. അതായത് ടവറിൻ്റെ ഏറ്റവും ഉയരത്തിൽ എത്തിയിട്ടും അവൻ നോക്കാൻ പറ്റി. എവിടെ നോക്കാൻ പറ്റി? ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ട് നോക്കാൻ പറ്റിയെങ്കിൽ ആ ബിൽഡിങ് ടവറിനേക്കാൾ ഉയരത്തിലായിരിക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കടാ, ഏറ്റവും മുകളിൽ ഇരിക്കുന്ന അവന് ഇവിടെ മുകളിലോട്ട് നോക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ബിൽഡിംഗ് ആയിരിക്കും ഏറ്റവും ഉയരത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടവർ മാർക്ക് ചെയ്തിട്ട് ഏതാണ് വലിയവനെന്ന് അറിയാൻ ക്വസ്റ്റ്യൻ മുഴുവനായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ 20 മീറ്റർ ദൂരെ മാറി ഒരു എന്തുണ്ടടാ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഉയരം കൂടുതലാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. താഴെയാണ് ഇവൻ നിൽക്കുന്നതെങ്കിൽ താഴെ നിന്ന് അവൻ ബിൽഡിങ്ങിനെ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്. എത്രയടാ? 60 ഡിഗ്രി. പിന്നെ എന്ത് സംഭവിച്ചു? ഈ പയ്യൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ താഴെ നിന്ന് ചുമ്മാ ഒന്നും ഇരുന്നില്ല. അവൻ എന്ത് ചെയ്തു? നേരെ ടവറിൻ്റെ മണ്ടയിലോട്ട് ചാടി കയറി. ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് പിന്നെയും ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ ആരെയോ വായി നോക്കി. അപ്പോൾ നോക്കിയടാ, ഇവിടെ നിൽക്കുന്ന അവൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഒന്നും കൂടെ ടോപ്പിലോട്ട് നോക്കേണ്ട ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഒരു ലൈൻ ഓഫ് സൈറ്റ്, അതായത് നമ്മൾ നോക്കുന്ന ആ ഒരു ലൈൻ ഓഫ് സൈറ്റ് വരയ്ക്കുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ എപ്പോഴും മാർക്ക് ചെയ്തോണം. ഓക്കെ, നമ്മുടെ സ്ട്രെയിറ്റ് വ്യൂ തന്നെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ വ്യൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ വ്യൂ മാർക്ക് ചെയ്തിട്ട് വേണം അവിടെ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? എത്രയാണ് തന്നിട്ടുള്ളത്? അത് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫിഗർ ഒന്നുകൂടെ മനസ്സിലാക്കണം. എന്തൊക്കെ പറഞ്ഞു? ഒരു ടവറുണ്ട്. ടവറിൻ്റെ 20 മീറ്റർ അകലെ മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് വലുതെന്ന് എങ്ങനെ മനസ്സിലാക്കി? അവൻ താഴെ നിന്നും മുകളിൽ നിന്നും ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ട് നോക്കാൻ അവന് കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും ടവറിനേക്കാൾ ഉയരത്തിലായിരിക്കും നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്നത്. താഴെ നിന്ന് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ട് നോക്കിയ എലിവേഷൻ 60 ഡിഗ്രി. ടവറിൻ്റെ മുകളിൽ നിന്ന് അവൻ നോക്കിയ എലിവേഷൻ എത്ര? 45 ഡിഗ്രി. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, പ്രോബ്ലം ചെയ്ത് തുടങ്ങുകയാണ്. ഫിഗർ വരച്ചു കഴിഞ്ഞു, ഇതിന് കിട്ടി മാർക്ക്. ഓക്കെ, ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അടുത്ത ജോലി എന്താടാ? നമുക്ക് കുറച്ച് പേരുകളൊക്കെ കൊടുക്കാമായിരുന്നു. നേരത്തെ ഞാൻ കൊടുക്കാം. നോക്കി, എവിടെയൊക്കെ ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് ഉണ്ട് അവിടെയൊക്കെ പേര് കൊടുത്തോണം കേട്ടോ. ABCDE. ഇതെപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഗ്രൗണ്ട് ടവറും അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാടാ? ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങും കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഇവിടെ ടവറാണ് കേട്ടോ. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. അതായത് ഞാൻ ടവറിൻ്റെ ഉയരം H എന്നെടുത്താൽ, ഓക്കെ, അപ്പോൾ ഇതും എന്തായിരിക്കും ഇവിടെ? H ആയിരിക്കും. ഏത് മുതൽ? B മുതൽ C വരെയും H ആയിരിക്കും. E മുതൽ D വരെ H ആയതുകൊണ്ട് B മുതൽ C വരെ H ആയിരിക്കും. ബാക്കി ABയും കൂടെ കണ്ടുപിടിച്ചാലേ ആരുടെ ഉയരം കിട്ടൂ? ബിൽഡിങ്ങിൻ്റെ ഉയരം. അപ്പോൾ അത് അറിഞ്ഞൂടാത്തതുകൊണ്ട് അതിന് നമുക്ക് X എന്നെടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ മാർക്ക് ചെയ്തു? ABCDE എന്നൊക്കെ ലെറ്റർ മാർക്ക് ചെയ്തു. ഇതിനെ ഞാൻ ഹൈറ്റ് ഓഫ് ദ ടവറിൻ്റെ H എന്ന് എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പാരലായിട്ടിരിക്കുന്ന BC എന്തായിരിക്കും ഇവിടെ? H ആയിരിക്കും. റിമൈനിങ് ടോപ്പിലോട്ടുള്ള പോർഷൻസിനെ ഞാൻ X എന്ന് എടുത്തു. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ Hനെയും Xനെയും കൂട്ടി അങ്ങ് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്യുക. എടാ, ഇത് 20 മീറ്റർ ആണെങ്കിൽ ഇതിന് പാരലായിട്ടിരിക്കുന്ന ഈ സൈഡും എന്തായിരിക്കും ഇവിടെ? 20 മീറ്റർ ആയിരിക്കും. ഇനി ശ്രദ്ധിച്ചിരിക്കാമോ? ഓക്കെ, അപ്പം ഞാൻ പറയുന്ന ട്രയാങ്കിൾസിൻ്റെ കൂടെ നോക്കിക്കോണം. ABE. എല്ലാവരും ട്രയാങ്കിൾ ABEയിലോട്ട് നോക്കാം. ട്രയാങ്കിൾ ABEയിലെ പ്രത്യേകത, അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കവിടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഹൈപ്പോട്നൂസിനെ പറ്റി പറയുന്നത് പോലുമില്ല. അപ്പോൾ നമ്മൾ സൈനും കോസിനും ഏതെടുത്താൽ മതി?
ടാൻ എടുത്ത ഹൈപ്പോട്ടനൂസിനെ പറ്റി പറയുന്നതേ ഇല്ല. അപ്പോൾ സൈനെ കോസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ അവിടെ വരുന്നില്ല. അപ്പോൾ നമ്മളവിടെ എടുക്കാൻ പോകുന്ന ഏതാടാ? അവിടെ നമ്മൾ tan 45 ആണ് എടുക്കാൻ പോകുന്നത്. tan 45 ഈസ് ഈക്വൽ ടു പറഞ്ഞേടാ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് എ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇ ബി, എ ബി ബൈ ഇ ബി എന്ന് കിട്ടും. ഓക്കെ, എ ബി ബൈ ഇ ബി എടുക്കുമ്പോൾ tan 45യുടെ വാല്യൂ 1, എ ബിക്ക് പകരം കൊടുക്കാൻ എക്സ് ഉണ്ട്, ഇ ബിക്ക് പകരം കൊടുക്കാൻ 20 എന്നുണ്ട്. ക്രോസ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 1 × 20 എത്ര കിട്ടൂടാ? 20 മീറ്റർ എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 20 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മൾ ഇനി എച്ച് കണ്ടുപിടിച്ചാൽ മാത്രം മതി. എച്ച് കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ 45 ഡിഗ്രി അടങ്ങുന്ന ട്രയാങ്കിളാണ് എടുത്തത്. ഏതാ? എ ബി ഇ. 60 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ എടുക്കും. ഏതാ? എ സി ഡി. വലിയ ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ ശ്രദ്ധിച്ചേടാ. ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. ഓക്കെ, എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചേടാ 60 ഡിഗ്രി ആണ്. അവിടെ എനിക്ക് ഓപ്പോസിറ്റ് സൈഡിനെ പറ്റി അറിവുണ്ട്, അഡ്ജസൻറ്റ് സൈഡിനെ പറ്റി അറിവുണ്ട്. ബാക്കി ഹൈപ്പോട്ടനൂസിനെ പറ്റി പറയുന്നത് പോലുമില്ല. അവിടെ നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്? ടാൻ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ടാൻ 60 ഈസ് ഈക്വൽ ടു അവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മൊത്തം എ സി ബൈ താഴത്തെ അഡ്ജസൻറ്റ് സൈഡ് ഡി സി. ടാൻ 60യുടെ വാല്യൂ നമുക്കറിയാം √3. എ സിക്ക് പകരം കൊടുക്കുമ്പോൾ എന്താണ്? ഇത് മുഴുവനായിട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് എച്ച്. എക്സ് പ്ലസ് എച്ച് ശ്രദ്ധിക്കണം. എക്സ് പ്ലസ് എച്ച് എടുത്തോണം, മുഴുവൻ എ സി എടുക്കണം. അപ്പോൾ എക്സ് പ്ലസ് എച്ച് ബൈ താഴെ ഡി സി നമുക്കറിയാം 20, താഴെ 20 എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കണേടാ, ഇനി നമുക്ക് എക്സിന് പകരം കൊടുക്കാൻ അവിടെ ആളുണ്ട്. എക്സിന് പകരം കൊടുക്കുക അവിടെ നമുക്ക് എന്തുണ്ട്? ആളുണ്ട്. എന്താ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു? ഇത്ര എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയടാ? 20 മീറ്റർ എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3 ഈസ് ഈക്വൽ ടു 20 പ്ലസ് എച്ച് ബൈ 20 എന്ന് കിട്ടും. ഓക്കെ, 20 പ്ലസ് എച്ച് ബൈ 20, അതായത് എക്സിന് പകരം 20 കൊടുക്കുക. അപ്പോൾ 20 പ്ലസ് എച്ച് ബൈ 20. ഇനി ചെയ്യേണ്ടത് ഈ 20 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗുണിക്കാം. അപ്പോൾ എന്ത് വരും? 20 √3 ഈസ് ഈക്വൽ ടു 20 പ്ലസ് എച്ച്. ഓക്കെ, 20 പ്ലസ് എച്ച്. ഇനി എന്ത് ചെയ്യണം? എച്ചിന് ഒറ്റയ്ക്കാക്കാൻ 20 √3, ഈ 20 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവൂടാ? -20 ആവും. എച്ചിനെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാക്കുമ്പോൾ 20 സ്വാഭാവികമായിട്ട് ഇവിടെ പോകുമ്പോൾ എന്താവും? 20 √3 -20. ഇനി ചെയ്യേണ്ടത് 20 നമുക്ക് കോമൺ എടുക്കാം. therefore ആൻസർ എന്ത് വരും? ആദ്യത്തിൽ നിന്ന് 20 പുറത്തെടുക്കുമ്പോൾ √3 വരും, അടുത്ത ടേമിൽ നിന്ന് 20 പുറത്തെടുക്കുമ്പോൾ 1 വരും. therefore ഫൈനൽ ആൻസർ എന്ത് വരും? 20 × √3 -1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും √3യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുക്കാൻ പറഞ്ഞാൽ √3ക്ക് വാല്യൂ കൊടുക്കണം. എനിക്കൊന്ന് ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? √3ക്ക് വാല്യൂ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 20 × √3ക്ക് പകരം 1.73 - 1, ദാറ്റ് ഈസ് 20 × 0.73 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ എച്ച്. ഇപ്പോൾ എത്ര കിട്ടൂടാ? 14.6 മീറ്റർ എന്ന് കിട്ടും. എച്ചിൻ്റെ വാല്യൂ 14.6 മീറ്റർ എന്ന് കിട്ടും. 14.6 മീറ്റർ ആണ് എച്ചിൻ്റെ വാല്യൂ. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ബി പാർട്ട് ചോദിച്ചത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങും കാൽക്കുലേറ്റ് ഹൈറ്റ് ഓഫ് ദ ടവർ രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ടവറിൻ്റെ ഉയരമേ ആയുള്ളൂ. അപ്പം ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എഴുതണമെങ്കിൽ അവിടെ എച്ചിനോടൊപ്പം എന്തും കൂടെ കൂട്ടിക്കോണം? എക്സും കൂടെ കൂട്ടിക്കോണം. അപ്പോൾ ഇനി എഴുതുന്ന കാര്യമാണ്. ബി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചോടാ? ബി പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും വരും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതിയടാ? എക്സിനോടൊപ്പം എച്ച് കൂട്ടിയാൽ മതി. എക്സ് നമുക്കറിയാം നേരത്തെ 20, എച്ച് ഇപ്പം കിട്ടി 14.6. therefore the answer is 34.6 meter is the height of the building. അങ്ങനെ കൂട്ടി എഴുതിയേ പറ്റും. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സി പാർട്ട് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ടവറിൻ്റെ ഉയരം ഒന്നുമില്ല, ഡയറക്റ്റ് ഈ എച്ച് തന്നെയാണ് ടവറിൻ്റെ ഉയരം. എച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എച്ച് എത്രയാണ്? അപ്പോൾ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്ത് എഴുതും? സി പാർട്ട് ക്വസ്റ്റ്യനിൽ എച്ച് ഈസ് ഈക്വൽ ടു 14.6 മീറ്റർ ഈസ് ദ ആൻസർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് 34.6 എന്നും ഹൈറ്റ് ഓഫ് ദ ടവർ 14.6 എന്ന് കിട്ടും. ഇപ്പോൾ ഫിഗർ വരയ്ക്കുക, രണ്ട് ട്രയാങ്കിൾസിൽ നിന്നുള്ള റിലേഷൻസ് മനസ്സിലാക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് കിട്ടും, എക്സ് കിട്ടും. എക്സും എച്ചും കൂട്ടുന്നതായിരിക്കണം ബിൽഡിങ്ങിൻ്റെ ഉയരം. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ടവർ. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ഫിഗർ വരയ്ക്കുക. ഫിഗറിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പിന്നെ നമുക്ക് എല്ലാം തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഫിഗർ വരയ്ക്കുക കേട്ടോ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ട്രിഗണോമെട്രിക്കൽ ആപ്ലിക്കേഷൻ? നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ എന്താ, ഡ്രോ എ ഫിഗർ തന്നെയാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. A boy standing at one bank of a river sees the top of a tree on the other bank directly opposite to the boy. അപ്പോൾ ഒരു റിവർ ഒക്കെയാണ്. റിവറിൻ്റെ ഒരു അറ്റത്ത് നിന്ന് എന്താണ് മറു അറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിലോട്ട് ആ ബോയ് ഇങ്ങനെ വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മണ്ടയിൽ എന്തോ ഉണ്ട്. ഓക്കെ, അപ്പം ഒരറ്റം, അതായത് മറുകരയിൽ എന്തുണ്ട്, ഒരു മരമുണ്ട്. ഈ ഇപ്പുറത്തെ കരയിൽ ആയിരിക്കുക, നമ്മുടെ പയ്യൻ നിൽക്കുകയാണ്. ആ പയ്യൻ ആ മരത്തിൻ്റെ ടോപ്പിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ റിവർ. അപ്പോൾ നമ്മൾ റിവറിനെ ഇവിടെ നമ്മൾ സങ്കല്പിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ്. റിവറിന് ഒഴുക്കുണ്ട്, പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അതിന് എന്തായിട്ട് വരയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. പച്ച കളറിൽ തന്നെ നമുക്ക് മരം മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു മരം ഇരിക്കുകയാണ്. മരം ഒന്ന് വരച്ച് വയ്ക്കില്ലടാ. മരം വരച്ചെന്ന് പറഞ്ഞ് ഡ്രോയിങ് ക്ലാസ് ഒന്നും അല്ല കേട്ടോ. അത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു മരം വരച്ച് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ എന്ത്, ഒരു വെള്ളം, റിവർ വരയ്ക്കുക. റിവറിൻ്റെ മറു അറ്റത്ത്, അതായത് അവിടെ മറുകരയിൽ എന്തിരിക്കുക, ഒരു മരം നിൽക്കുകയാണ്. ഇപ്പുറത്ത് ഒരു ചെറുക്കൻ, ഒരു തല്ലുള്ളി ചെറുക്കൻ ഇവിടെ നിൽക്കുകയാണ്. ഈ ചെറുക്കൻ എന്ത് ചെയ്യണം, ഈ മരത്തിൻ്റെ മുകളിലോട്ട് നോക്കുകയാണ്. അവിടെ എന്തോ ഉണ്ട്, എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ മുകളിലോട്ട് നോക്കുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു ആംഗിൾ ഓഫ് എലവേഷൻ അല്ലേ, ടോപ്പിലോട്ട് നമ്മൾ എലവേറ്റഡ് വ്യൂ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നു, അവൻ നോക്കുമ്പോൾ അവിടെ എന്തുണ്ടായി, ഒരു ആംഗിൾ ഓഫ് എലവേഷൻ ഉണ്ടായി. അത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 60 ഡിഗ്രി എന്ന് പറയുന്നു. ഓക്കെ, റിവർ, മറുകരയിൽ ഒരു മരം, ഇപ്പുറത്തൊരു പയ്യൻ. അവൻ എന്ത് ചെയ്യാണ്, മുകളിലോട്ട് നോക്കി മരത്തിൻ്റെ, അവിടെ ഒരു ആംഗിൾ ഓഫ് എലവേഷൻ ഉണ്ടായി 60 ഡിഗ്രി. അവൻ്റെ വായി നോട്ട് അവിടെ തീർന്നില്ല. അവൻ എന്ത് ചെയ്തു, ഒരു 40 മീറ്റർ ബാക്കിലോട്ട് നടന്നു. ഓക്കെ, വളം മുറിച്ചാണ് നടന്നത് കേട്ടോ. ഒരു 40 മീറ്റർ ബാക്കിലോട്ട് അവൻ സഞ്ചരിച്ചു. ഓക്കെ, 40 മീറ്റർ ബാക്കിലോട്ട് സഞ്ചരിച്ചിട്ട് പിന്നെയും അവൻ എന്ത് ചെയ്തു, നമ്മുടെ ബാക്കിലോട്ട് 40 മീറ്റർ ബാക്കിലോട്ട് വന്നിട്ട് പിന്നെയും അവൻ ആ മരത്തിൻ്റെ ടോപ്പിലോട്ട് പിന്നെയും നോക്കി. അപ്പം ആദ്യത്തെ പൊസിഷനിൽ നിന്ന് നോക്കിയപ്പം ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആയിരുന്നു. ദൂരോട്ട് സഞ്ചരിക്കും തോറും അവിടെ ആംഗിൾ കുറഞ്ഞേ വരും. ഓക്കെ, അപ്പോൾ അവർ തന്നിട്ടുണ്ട് എത്രയായിടാ, 30 ഡിഗ്രി ആയി. ആംഗിൾ ഓഫ് എലിവേഷൻ എന്തായി അവിടെ, 30 ഡിഗ്രി ആയി. ഇതാണ് ആ ഫിഗർ. ഇത്രയേ ഉള്ളൂ ആ ഫിഗർ. ഈ ഫിഗർ വരച്ചാൽ തന്നെ നമുക്ക് പേപ്പറിൽ മാർക്ക് കിട്ടി. ഡ്രോ എ ഫിഗറിൻ്റെ മാർക്ക് കിട്ടി, 1.5 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റിവർ വരയ്ക്കുക, ട്രീ വരയ്ക്കുക. അവിടെ നിന്ന് ഒരു പയ്യൻ എന്താ ഇപ്പുറത്തെ കരയിൽ നോക്കി 60 ഡിഗ്രി, 40 മീറ്റർ ബാക്കിലോട്ട് വന്നിട്ട് എന്ത് സംഭവിച്ചു, 30 ഡിഗ്രി എലിവേഷനിൽ നോക്കി. ഓക്കെ, ഇനി അടുത്ത ജോലി എന്താ, നമുക്ക് പേരം കൊടുക്കുക. വെറുതെ കുറേ പേരം കൊടുക്കുക. ABCD. നോക്കിയടാ, നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ 2 ട്രയാങ്കിൾസ് ചൂസ് ചെയ്യണം. ഒന്ന് 60 ഡിഗ്രി വരുന്ന ട്രയാങ്കിളും ഒന്ന് 30 ഡിഗ്രി വരുന്ന ട്രയാങ്കിളും. നോക്കിയോണേ, ശ്രദ്ധിച്ചിരുന്നേ. ഫസ്റ്റ് എടുക്കുന്ന ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ABC. എല്ലാവരും കണ്ടു കാണുമല്ലോ. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇങ്ങോട്ട് നീക്കി എഴുതാം. ഓക്കെ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ, ആംഗിൾ ഉണ്ടാക്കുന്നത് 60 ഡിഗ്രി ആണ്. അവിടെ നമുക്ക് തന്നിട്ട് എന്താ, ഇത് അറിഞ്ഞുകൂടാ, ഹൈറ്റ് ഓഫ് ദ ട്രീ അറിഞ്ഞുകൂടാ, H എന്ന് എടുക്കാം. വിഡ്ത്ത് ഓഫ് ദ റിവർ, അതായത് റിവറിന്റെ വീതി അറിഞ്ഞുകൂടാ, അതിന് എക്സ് എന്ന് എടുക്കാം. എങ്കിൽ പറഞ്ഞേടാ, tan 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പൊ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ AB. ആ ട്രയാങ്കിളിൽ 60 ഡിഗ്രി ഓപ്പോസിറ്റ് ആരാടാ, AB. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ BC. tan 60ക്ക് പകരം നിങ്ങൾ √3 എന്ന് കൊടുക്കും. ABക്ക് പകരം ഹൈറ്റ് ഓഫ് ദ ട്രീയുടെ H എന്ന് കൊടുക്കും. നിങ്ങൾ താഴെ BCക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം, എക്സ് എന്ന് കൊടുക്കും. വിഡ്ത്ത് ഓഫ് ദ റിവറിന് എക്സ് എന്ന് കൊടുക്കും, ഹൈറ്റ് ഓഫ് ദ ട്രീക്ക് നിങ്ങൾ H എന്ന് കൊടുക്കും. ഇനി ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ √3x ഈസ് ഈക്വൽ ടു H എന്നൊരു റിലേഷൻ കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1. ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോൾ H ഈസ് ഈക്വൽ ടു √3x എന്ന് പറയുന്ന റിലേഷൻ കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ജോലി കഴിയും. ഇനി അടുത്ത ട്രയാങ്കിൾ 30 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ, പേര് പറയടാം, ABD. ട്രയാങ്കിൾ ABD. ട്രയാങ്കിൾ ABDയിൽ ഏത് ആംഗിളാണ് നമ്മൾ എടുക്കുന്നത്, tan 30. ഓക്കെ, tan 30 എടുക്കുക. tan 30 എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 30ന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയാണ്, AB എന്ന് പറയുന്ന സൈഡ് തന്നെയാണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ, അപ്പൊ എന്ത് വരും, BD എന്ന് വരും. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, BD എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan 30യുടെ വാല്യൂ നമുക്കറിയാം. tan 30യുടെ വാല്യൂ എന്താണ്, 1/√3. ABക്ക് പകരം ഹൈറ്റ് ഓഫ് ദ ട്രീ തന്നെയാണ് H. അടുത്ത് BDക്ക് പകരം ശ്രദ്ധിക്കുന്നേടാ, ഇത്രയും 40, ഇത്രയും X, രണ്ടും കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ എന്ത് വരും, 40 + X. ഇപ്പോഴും 40 + X, 40X എന്ന് പറഞ്ഞ പിള്ളേരുണ്ട്. ഇനി പറയരുത്, 40യും Xും കൂട്ടുമ്പോൾ നമുക്ക് എന്താ 40 + X എന്ന് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ H/40 + X. ഇനി അടുത്ത ജോലി എന്താണ്,
നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് ഇങ്ങോട്ട് ഗുണിക്കുക. 1 × 40 + x, 1 കൊണ്ട് ഏതൊരു നമ്പർ ഗുണിച്ചാലും ഒരു ചേഞ്ച് വരാൻ പോകില്ല. അപ്പോൾ എന്താ 40 + x തന്നെ വരും. ഇത് അങ്ങോട്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? √3 × h എന്ന് വരും. ഓക്കെ ആണല്ലോ. 40 + x × 1 എന്ന് പറയുമ്പോൾ 40 + x. ഇത് അങ്ങോട്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? √3 × h. 40 + x അതുപോലെ എഴുതുക. ഇനി 40 + x ഇവിടെ നോക്കിയടാ, √3 × h പകരം എനിക്ക് ഒരാളെ കൊടുക്കാം. ഇവിടെ ഞാനൊരു ഇക്വേഷൻ നമ്പർ 1 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് വെച്ചത്? √3x = h. അതായത് h എവിടേക്ക് ഉണ്ടോ നമുക്ക് അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? √3x എന്ന് പറയുന്ന ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ h പകരം ഞാൻ ആരെ കൊടുക്കൂടാ? ഇക്വേഷൻ നമ്പർ 1 നിന്ന് √3x, ഇതാ ഇവിടെ നിന്ന് കടമെടുത്താണ്. h വരെ എന്ത് എഴുതും? √3x. അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോണം. ഫ്രം എവിടെയെന്നാടാ? ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് മനസ്സിലായ കാര്യമാണ്. h പകരം √3x എന്ന് കൊടുക്കാം. ഇനി നോക്കിയടാ, ശ്രദ്ധിച്ച് പറഞ്ഞേ. 40 + x = √3 × √3 നമുക്ക് എന്ത് കിട്ടും? 3x എന്ന് കിട്ടും. √3 × √3 3 ആണ്. 3 × x എന്താ? 3x. എക്സിന് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ 40 = 3x - x. 40 = 2x എന്ന് കിട്ടും. 3x ന്ന് x പോയാൽ എത്ര? 3 പഴത്തിൽ നിന്ന് 1 പഴം പോയാൽ 2 പഴം. അപ്പോൾ 3x ന്ന് 1x പോയാൽ 2x. പറഞ്ഞേടാ. അപ്പോൾ x എന്ത് കിട്ടും? 40/2 20 മീറ്റർ എന്ന് കിട്ടും. എക്സിന്റെ നിങ്ങൾ എന്ത് കിട്ടിയടാ? 20 മീറ്റർ. എക്സ് എന്ന് പറയുന്നത് റിവർ അല്ലെങ്കിൽ കനാലിന്റെ വീതി. എനിക്ക് എന്തും വേണം? ഹൈറ്റ് ഓഫ് ദ ട്രീയും വേണം. അപ്പൊ എക്സ് കിട്ടിയാൽ ഉടനെ അടുത്ത ജോലി ഹൈറ്റ് ഓഫ് ദ ട്രീ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. അതാണ് ഇക്വേഷൻ നമ്പർ 1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? h എന്ന് പറഞ്ഞാൽ √3x. അപ്പൊ നമ്മുടെ h എന്ന് പറയുമ്പോൾ √3x, അതായത് √3 × 20, ദാറ്റ് ഈസ് 20 √3 മീറ്റർ. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് എടുത്തെഴുതണം. Therefore, width of the canal is 20 meter. Height of the tree is എന്താണ്? 20 √3 മീറ്റർ. ഓക്കെ ആണല്ലോ. ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് കനാല്, റിവർ, അങ്ങനെ സംഭവങ്ങൾ. ഓക്കെ. അല്ലെങ്കിൽ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഒരു ടവർ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് സെയിം സ്റ്റെപ്പിൻ ബാക്കിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. പഠിച്ചോണം. ബാക്കി വീഡിയോസ് നമുക്ക് അടുത്ത പാർട്ടി കാണാം.